ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ലേ. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നോ ഓർത്തിടും വൻ കൃപയായി. നിങ്ങളിപ്പോൾ വിചാരിക്കും ബെൻസി ചേച്ചി എന്താണ് ആദ്യം തന്നെ പാട്ടൊക്കെ പാടി, എന്താണ് ആ ഉദ്ദേശം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊന്ന് വീട്ടിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്സ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ അമ്മയെ പറ്റി, അമ്മയ്ക്ക് മോളെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്കും ശരിയായിട്ട് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാം, അങ്ങനെ ഒന്ന് പാടിയെന്നേ ഉള്ളൂ കേട്ടോ. ഒക്കെ കാര്യം എന്താണെന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പുറകാലെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതെന്താണ്, ഉലുവ വറക്കൽ. അത് നിത്യതൊഴിൽ അഭ്യാസമാണ് കേട്ടോ. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഞാൻ ഉലുവ വറുത്ത് കുടിക്കാറുണ്ട്. നമ്മുടെ തൊഴിലതാണല്ലോ അച്ചാറടക്കം. അച്ചാർ, എല്ലാ അച്ചാറുകളുടെയും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ ഈ ഉലുവ, കായം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ചിലവാകുന്നതാണ് ഉലുവയും കായും. അങ്ങനെ കുറച്ച് വറക്കുകയാണ് ഞാൻ. ഉലുവ വറക്കാനൊക്കെ പ്രത്യേകം ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു പഴയ പാനാണ് കേട്ടോ. അതിനകത്താണ് ഞാൻ ഉലുവ വറക്കുന്നത്. അപ്പോൾ പൊതുവെ എല്ലാവരും പറയാറുണ്ട് കേട്ടോ, നമ്മൾ സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്കൊരു റെസ്റ്റ്. അത് 1-2 ദിവസം നിൽക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കാനാണ് നമ്മുടെ വീട്ടിൽ പോകുന്നതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനല്ല കേട്ടോ. വീട്ടിൽ പോയി നിൽക്കുമ്പോഴാണെങ്കിലും എന്നാൽ കഴിവത് എന്തൊക്കെ സഹായങ്ങളാണ് വീട്ടിൽ ചെയ്യാമോ അതെല്ലാം ചെയ്ത് അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ. കാരണം നമ്മൾ നമ്മുടെ വീട്ടിൽ എന്തോരം പണി ചെയ്യുന്നു. അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കേട്ടോ. കാരണം നമ്മളെ വളർത്തി വലുതാക്കാനും അവർ കുറേ കഷ്ടപ്പെട്ടു, നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. അതിനുശേഷം നമ്മൾ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു 2 ദിവസമെങ്കിലും അവർക്ക് റെസ്റ്റ് ആവുന്നുവെങ്കിൽ ഏറ്റവും നല്ലതല്ലേ. അപ്പം ഞാൻ വീട്ടിൽ പോയി നിൽക്കുകയാണെങ്കിലും ആ ഒരു ചിന്തയോടെയാണ് പോകുന്നത് കേട്ടോ. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ എന്തോരം ജോലി ചെയ്യുന്നു രാപകലില്ലാതെ. അപ്പോൾ അതിൻ്റെ പകുതി പോലും ഇല്ല നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനും സഹായിക്കാനും. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ 2 ദിവസം നിൽക്കാത്ത സമയത്ത്, അതായത് ഇപ്പോൾ അങ്ങനെ നിൽക്കാൻ സമയം കിട്ടാറില്ല. രാവിലെ പോയി വൈകിട്ട് തന്നെ ഇങ്ങ് തിരിച്ചു വരും. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ്. അങ്ങനെയുള്ളപ്പോൾ വെറുതെ കൈവീശിപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യും, അന്ന് ഉച്ചക്കത്തേക്കുള്ള എന്തെങ്കിലുമൊക്കെ കറികളും കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചില്ല. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണല്ലോ. കാരണം തലേന്നായിരിക്കും ചിന്തിക്കുന്ന പിറ്റേന്ന് വലിയ ജോലികളൊന്നുമില്ല, കൊറിയർ അയക്കാനില്ല, അധികം ഓർഡർ ഇല്ല, അച്ചാറുകൾ ഇടണ്ട, അങ്ങനെയൊക്കെ തീരുമാനിക്കുമ്പോഴായിരിക്കും എങ്കിൽ ഒന്ന് വീട്ടിൽ പോയേച്ച് വരാം അങ്ങനെ ചിന്തിക്കുന്നത്. നേരത്തെ പ്ലാൻ ചെയ്താണെങ്കിൽ നമുക്ക് വിശാലമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് പോകാം. ഇത് പക്ഷെ ഒട്ടും പ്ലാൻ ചെയ്തതല്ല. തലേന്ന് രാത്രിയിലാണ് തീരുമാനിക്കുന്നതെങ്കിൽ നാളെ വീട്ടിലോട്ടൊന്ന് പോകാമെന്ന്. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു, ഉള്ള പച്ചക്കറിയൊക്കെ എടുത്ത് ഒരു അവിയൽ എന്ന് പറയാം, ഉള്ള കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിയലിന് ചില സ്ഥലത്ത് സവോള ചേർക്കാറില്ല, മത്തങ്ങ ഇടാറില്ല, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ കയ്യിൽ എന്തൊക്കെ പച്ചക്കറി ഉണ്ടോ അതെല്ലാം ഇട്ടിട്ട് ഒരു അവിയൽ ഉണ്ടാക്കി. അവിയൽ തന്നെ പലതരത്തിൽ ചെയ്യാറുണ്ട് കേട്ടോ. ലാസ്റ്റ് തൈര് ചേർക്കാറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പച്ചമാങ്ങ ഇടുന്നവരുണ്ട്, ചിലർ അവിയലിന് പാവയ്ക്ക് ചേർക്കാറുണ്ട്. ഞാനിതൊന്നും എല്ലാം എൻ്റെ കയ്യിൽ കിട്ടിയ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് അവിയലിൻ്റെ കൂട്ടുകളെല്ലാം ഇട്ടു. പുളിയാണ്, നമ്മുടെ സാമ്പാർ പുളി ഉണ്ടല്ലോ, അതാണ് പിഴിഞ്ഞൊഴിച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ സാമ്പാർ എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ അങ്ങനെ പരാതിയൊന്നുമില്ല. പാവങ്ങൾ, അതുങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി, അത് തന്നെ വലിയ സന്തോഷം. എന്ത് കിട്ടിയാലും ഒരു പരാതി ഇല്ലാതെ സ്വീകരിച്ചോളൂ. അതുകൊണ്ട് ധൈര്യത്തോടെ എന്ത് വേണമെങ്കിലും വീട്ടിൽ വെച്ചുകൊണ്ട് പോവുകയും ചെയ്യാം. അങ്ങനെ അവിയലുണ്ടാക്കുകയാണ്. എല്ലാവരും എന്നെ പോലെ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് എപ്പോഴും അമ്മയ്ക്കും ശരീരമായിട്ട് സുഖമില്ല. പിന്നെ 2 കുഞ്ഞുങ്ങൾ, ഇരട്ട കുഞ്ഞുങ്ങളാണ്. അവന്മാർ വളർന്നു വരുന്തോറും കുസൃതി തരം കൂടി വരുവാണ്. സമയത്തൊന്നും വെക്കാനോ ഒന്നും സമയം കിട്ടാറില്ല. പിന്നെ ഞങ്ങളെ വൈഫ്, ഇത് ഞാൻ ക്യാപ്ഷൻ എന്തിടണമെന്ന് ചിന്തിച്ചപ്പോൾ ഒരു ക്യാപ്ഷൻ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ആ ക്യാപ്ഷനാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ഇതാണ്: ഇങ്ങനെ ഒരു ഗതികേട് ലോകത്തിൽ ആർക്കും വരല്ലേ കർത്താവേ. നല്ലൊരു മീൻ കറി വെക്കാനാണ് കേട്ടോ. നേരത്തെ മീൻ കറി വെക്കാനായിട്ട് അച്ചാറിന് മേടിച്ചപ്പോൾ കറി പീസായിട്ട് കുറച്ച് കേരച്ചൂര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, 1.5 കിലോയോളം. അത് വീട്ടിൽ പോകുമ്പോൾ കറി വെച്ചുകൊണ്ട് പോകാനായിട്ട് ചട്ടി എടുത്തപ്പോൾ ഈ വീഡിയോയിൽ നല്ലതുപോലെ കാണുന്നില്ല കേട്ടോ. പക്ഷെ ചട്ടി നന്നായിട്ട് വെടിച്ച് കീറിയതാണ്. ഒരു വിധത്തിൽ എനിക്ക് പേടിയായി. ഇപ്പോൾ അതിനകത്ത് വെച്ചാൽ ഇനിയും തിളയ്ക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമോ. എനിക്ക് കുറേ നാളായിട്ട് ചട്ടി മേടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ എപ്പോഴും ജോസേനടുത്ത് പറയാം, എനിക്ക് ചട്ടി മേടിക്കണം, ചട്ടി മേടിക്കണം. ഇവിടെ വേറെ ചട്ടി ഇരിപ്പുണ്ട്, മയക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അത് മാത്രമല്ല
എനിക്കിനി മേടിക്കുന്നുവെങ്കിൽ കറുത്ത ചട്ടി ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള കറുത്ത ചട്ടി കിട്ടും. ആ ചട്ടിയാണ് എനിക്ക് വേണ്ടത്. പക്ഷെ പോകാൻ സമയം കിട്ടുന്നില്ല. ഇവിടെ കരിക്കത്ത് നല്ല ചട്ടികൾ കിട്ടുന്ന ഒരു കടയുണ്ട്, കൊട്ടാരക്കര കരിക്കം. ദിവസം പറഞ്ഞ ഒരു ദിവസം കൊണ്ടുപോകാമെന്ന്. പക്ഷെ സമയം കിട്ടാഞ്ഞിട്ടാണ്. ഇനി ഒരു ദിവസം സമയം മാറ്റി പോകണം. കാരണം അങ്ങനെയുള്ള ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഈ നോൺ സ്റ്റിക്കിൽ മീൻകറി വെക്കുന്നത്. കാരണം മറ്റുള്ള അലുമിനിയം ഉണ്ട്, ഇൻഡാലിയത്തിൻ്റെ ഒക്കെ പാത്രങ്ങളുണ്ട്, അലുമിനിയം ഉണ്ട്. പക്ഷെ അലുമിനിയത്തിനകത്ത് ഇങ്ങനെ അച്ചാറിടുന്ന അല്ല സോറി മീൻകറി കുടംപുളിയൊക്കെ ഇട്ട് വെക്കുന്നതിനോട് എന്തോ ഒരു താല്പര്യക്കുറവ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചുവെങ്കിൽ നോൺ സ്റ്റിക്കിനകത്ത് വെക്കാമെന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കാണിക്കുന്നത്. ഒരു പക്ഷേ നാട്ടിലുള്ളവർ ചിന്തിക്കും, നാട്ടിലായിട്ട് മീൻകറി ഇവക്ക് അവാർഡ് കൊടുക്കണമല്ലോ എന്നെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. സത്യമാണ്, നാട്ടിലാരും ഇങ്ങനെയുള്ള പാത്രങ്ങളിലൊന്നും മീൻകറി വെക്കാറില്ല കേട്ടോ. എല്ലാവരുടെയും കൈ ചട്ടി കാണുമല്ലോ. എന്നാൽ കേരളത്തിന് പുറത്തുള്ള പലരുടെയും വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഇതുപോലെ നോൺ സ്റ്റിക്കിലോ സ്റ്റെയിൻലെസ്സിലോ ഒക്കെ മീൻകറി വെക്കുന്നത്. അപ്പം ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ പാവം, അവർക്ക് ചട്ടി ഇല്ലാഞ്ഞിട്ടാണല്ലോ അങ്ങനെയൊക്കെ വെക്കേണ്ടി വന്നാൽ എങ്ങനെയായിരിക്കും അവസ്ഥയെന്ന് അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം കേരളത്തിലായിട്ടും എനിക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറയുന്നതാവും ശരി. ഇത് കൂടാതെ വീണ്ടും 1-2 പ്രാവശ്യം കൂടെ എനിക്ക് ഇങ്ങനെ കറി വെക്കേണ്ടി വന്നു കേട്ടോ. ഇതുവരെ ഈ വീഡിയോ എഡിറ്റ് ചെയ്തതുവരെയും ചട്ടി മേടിച്ചിട്ടില്ല എന്ന് ഇവിടെ പാടാതുരത്തും ഞാൻ പറയുന്നുണ്ട്. എനിക്കൊരു ചട്ടിയില്ല, അതിന് മാത്രം സമയമില്ല, ബാക്കി എല്ലാത്തിനും സമയമുണ്ട്, ഒരു ചട്ടി മേടിക്കാൻ സമയമില്ല എന്നൊക്കെ. അത് കേൾക്കുമ്പോൾ ജോസാന് ദേഷ്യമാണ്. ജോസാൻ പറയും, എൻ്റെ കുറ്റം കൊണ്ടാണോ മേടിക്കാൻ വരാത്ത, നീ വരാതെ ഞാൻ എങ്ങനെ മേടിക്കുമോ, അതോ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മേടിച്ചോണ്ട് വന്നാൽ മതിയെന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് പറ്റത്തില്ല. ജോസാന് ചട്ടി നോക്കിയെടുക്കാൻ അറിയത്തില്ല, നമ്മൾ നോക്കിയെടുക്കുന്നവർക്ക് അറിയത്തില്ല. അപ്പം നല്ല കട്ടിയുള്ളതൊക്കെ നോക്കിയെടുക്കണമല്ലോ. ഇനി ഒരു ദിവസം സമയം മാറ്റി എനിക്ക് പോകണം. അപ്പോൾ ഇതുപോലെ നോൺ സ്റ്റിക്കിൽ കറി വെക്കുന്ന 1-2 വ്ളോഗ് കൂടെ നിങ്ങൾക്ക് കാണേണ്ടി വരും കേട്ടോ. ക്ഷമിക്കണം, മുൻകൂർ ജാമ്യം എടുത്തതാണ് കേട്ടോ. അപ്പോൾ മീൻകറി വെക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം ഇട്ട് മൂപ്പിച്ചു. അതിനുശേഷം മുളക് പൊടി ഉലുവാപ്പൊടി മിക്സ് ചെയ്ത് പുളിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇത്തിരിയും കൂടെ പുളിവെള്ളമോ പകരം വെളിച്ചെണ്ണയോ ഒഴിച്ച് നല്ലതുപോലെ അത് മൂപ്പിക്കാം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളയ്ക്കുമ്പോൾ കറി കഷ്ണങ്ങൾ പറക്കിയിടാം. ഞാൻ ഇട്ടപ്പോൾ പുളി ഇത്തിരി കൂടിപ്പോയി, അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് പുളി മാറ്റിയിട്ടുണ്ട്. കാരണം ആദ്യം അത്രയും വേണമെന്ന് തോന്നി, പിന്നീട് ആ പുളി ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു. അപ്പം ഈ പുളിയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന പുളി തന്നെയാണ് കേട്ടോ. ലാസ്റ്റിൽ വെന്ത് കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് അടച്ചു വെക്കാൻ. വേണമെന്നുണ്ട് ലേശ ഉലുവാപ്പൊടിയും കൂടി ഇട്ടൊന്ന് നല്ലതുപോലെ കറക്കി അടച്ചു വെക്കാം. പിന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ കറി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ചട്ടിയിലാവുമ്പോൾ ഇത്തിരി ഗ്രേവി കൂട്ടിയിട്ടാണ് ഓഫ് ചെയ്യുന്നത്. അതായത് ചട്ടിയുടെ ചൂടും കൊണ്ടിരുന്ന് വറ്റും. പക്ഷെ ഇങ്ങനെയുള്ള പാത്രങ്ങളിൽ വറ്റൽ പരിപാടിയില്ല. അതുകൊണ്ട് എത്രയും നമുക്ക് ചാറ് കുറുകണോ അത്രയും കുറുകി തന്നെ ഓഫ് ചെയ്യണേ, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തിരുന്ന് വറ്റില്ല. തോരൻ വെക്കാനായിട്ട് നോക്കിയപ്പോൾ ഒന്നുമില്ല. പിന്നെ നേരെ പറമ്പിലേക്ക് ഇറങ്ങി ഒരു പപ്പായ കുത്തിയിട്ടു, ചോപ്പറിനകത്തിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇത് ഞാൻ പോകുന്നതിൻ്റെ അന്ന് രാവിലെയാണ് തോരൻ വെച്ചത് കേട്ടോ. കാരണം അവിയലും മീനും തലേന്ന് രാത്രി തന്നെ ചെയ്തു വെച്ചു, തോരൻ പിറ്റേന്നാക്കി. കാരണം അത് പെട്ടെന്നാവുമല്ലോ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ അറിയിക്കാതെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തലേന്ന് രാത്രി സൂക്ഷം പോലെ അമ്മ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മേ നാളെ കുഞ്ഞുങ്ങളെ അംഗനവാടി വിടുന്നുണ്ടോ? അമ്മ പറഞ്ഞാൽ വിടുന്നുണ്ട്. ഞാൻ ചോദിച്ചു, എപ്പോഴാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ ചോദ്യം കേൾക്കുമ്പോഴേ അമ്മയ്ക്ക് അറിയാമായിരിക്കുമല്ലോ. അന്നേരം അമ്മ ചോദിച്ചു, എന്താ മോനെ വരുന്നുണ്ടോ? പിന്നെ ഞാൻ വിചാരിച്ചു എങ്കിൽ പറഞ്ഞേക്കാൻ വരുന്നെന്ന്. ഞാൻ ഈ പറയേണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. അമ്മയ്ക്കും തീരെ വയ്യ, ഷീബച്ചിക്കും സുഖല, ഷീബച്ചി എന്ന് പറയുന്ന നാത്തൂൻ. അപ്പോൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പിന്നെ തലേന്ന് വൈകിട്ട് തന്നെ അമ്മയെടുത്ത് പറഞ്ഞ, അമ്മേ ഒന്നും ഉണ്ടാക്കണ്ട, കൂട്ടാനും കറികളും ഒക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, അത് മതി, നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങനെ കഴിക്കാം, അമ്മ ഒന്നും വെക്കല്ലേ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ആവുന്ന പറഞ്ഞു, മോനെ ഒന്നും വേണ്ട, ഒന്നാമതേ നിനക്ക് തീരെ സമയമില്ല, നിനക്ക് ഓവർ വർക്കാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇവിടുന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അമ്മ ഇച്ചിരി ചോറ് മാത്രം വെച്ചാൽ മതി, ബാക്കിയുള്ളതെല്ലാം ഞാൻ കൊണ്ടുവരാമെന്ന്. കാരണം മറ്റൊന്നുമില്ല കേട്ടോ, അവിടുത്തെ അവസ്ഥകൾ നമുക്കറിയാമല്ലോ. അപ്പം അത് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്താൽ അത്രയും നല്ലതല്ലേ. ദൈവകൃപയാൽ ഞങ്ങളുടെ നാത്തൂനായാലും, നാത്തൂനെ നല്ല വിളിക്കുന്നുണ്ട്, ഷീബച്ചി എന്നാണ് വിളിക്കുന്നത്, ഭയങ്കര സ്നേഹമാണ്. ഞങ്ങൾ 3 സഹോദരങ്ങൾ, ബിജീസ് കിച്ചൺ, ഞാൻ, മൂത്ത ചേച്ചി, ഞങ്ങൾ 3 പേരും ആ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഏറ്റവും ഭയങ്കര സങ്കടം ഷീബച്ചിക്കും. അതുപോലെ ആങ്ങളെയാണെങ്കിലും അമ്മ എപ്പോഴും പറയും, പെങ്ങന്മാർ പോയി ആങ്ങളെ താണ്ട കട്ടിലേക്ക് കയറി കമന്ന് കിടപ്പുണ്ടെന്ന് സങ്കടം കാരണം. അങ്ങനെയുള്ള ഒരു സഹോദര സ്നേഹമാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ 4 പേരുടെയും കല്യാണം കഴിഞ്ഞു എങ്കിലും പരസ്പരം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും. ഞങ്ങൾ പരസ്പരം അറിയാത്തതായിട്ടൊന്നുമില്ല. അപ്പോൾ
വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. എത്ര നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചാലും പറ്റില്ല കേട്ടോ. അന്നേരമായിരിക്കും ആരേലും വരുന്നതും എന്തേലും അത്യാവശ്യം വരുന്നതും. ഒന്നുമല്ലേ പിരിവുകാരേലും വരും. അപ്പോൾ എന്തായാലും 11 മണി കഴിഞ്ഞു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇപ്പോഴും നിൽക്കുന്നത് തന്നെ അവിടെ പോസ്റ്റ് അയക്കാൻ, 1-2 പോസ്റ്റ് അയക്കാനുണ്ട്. ജോസനങ്ങനെ പോസ്റ്റ് അയക്കാൻ പോയി. ഇനി പോകുന്ന വഴി കൊറിയർ അയക്കണം. അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. സ്ഥിരമുണ്ടോ? कितने 11 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 11 മണിക്ക് ഇറങ്ങി. പോസ്റ്റിൻ്റെ കൊണ്ട് കൊടുത്തു, കൊറിയർ അയക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞ് കറങ്ങിയതാ കൊട്ടാരക്കരയിൽ നിന്ന് വീട്ടിലോട്ട് ഉള്ള ട്രിവാൻഡ്രം റൂട്ട് കയറിയതേ ഉള്ളൂ. 12 മണിയായി. ഇന്നത്തെ കാലാവസ്ഥയെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലാവസ്ഥയാണ് കേട്ടോ. പൊള്ളുന്ന ചൂടും അതോടൊപ്പം പൊടിക്കാറ്റും. രാവിലെ തൊട്ട് ഭയങ്കര കാറ്റ്. അപ്പം എല്ലാം കൂടെ ആയപ്പോൾ തണുപ്പും ചൂടും കാറ്റും എല്ലാം കൂടെ ആയപ്പോൾ ഒരു അലർജിയായി. മിക്കവാറും 1 മണി കഴിയും വീട്ടിലെത്തുമ്പം. ഇന്ന് തിങ്കളാഴ്ച കൂടിയല്ലേ, റോഡും തിരക്കുണ്ട്. ഇത്രയും നേരം കൊട്ടാരക്കര ഇഴഞ്ഞു വരുമായിരുന്നു, ഇഴഞ്ഞിഴഞ്ഞ്. തടിക്കാട് റോഡ് വഴി അഞ്ചലോട്ട് പോകുമ്പോൾ പുതിയതായിട്ട് പണി കഴിപ്പിച്ച ഒരു ബൈപ്പാസ് റോഡാണിത് കേട്ടോ. നേരത്തെ ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ സിഗ്നൽ ഇല്ലായിരുന്നു. ഇപ്പം പുതിയതായിട്ട് വെച്ചതാണ് സിഗ്നൽ. അത് വളരെ നല്ലൊരു കാര്യം. ഞങ്ങളത് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. നല്ല കാര്യമാണ്. നേരത്തെ ഇതിനും പെട്ടെന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി വരുമായിരുന്നു. സ്പീഡ് സിഗ്നൽ ഇല്ലായിരുന്നു. അപകടം കുറയും അതുകൊണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ എല്ലാവരും സംശയം, ഞാൻ പോണോ അവൻ പോണോ. അറിയാമോ എന്തോ പനങ്കഞ്ചേരി പോലെ ഇപ്പൊ ഈ അഞ്ചലായി കഴിഞ്ഞു. പനയഞ്ചേരിന്ന് ഇച്ചിരി അതിന് തൊട്ട് മുമ്പ് കണ്ടായിരുന്നു പനയഞ്ചേരി എഴുതി വെച്ചേക്കുന്നത്. എങ്കിൽ ഇപ്പൊ ഏറം കഴിഞ്ഞാ പനയഞ്ചേരി. ഏറെ ഞാൻ വായിച്ചില്ല, ബാക്കി എല്ലാം വായിച്ചായിരുന്നു. അവിടെ അഞ്ചലായി. അഞ്ചച്ചന്തം ഇങ്ങോട്ട് കേടുത്തോട്ട് കയറി പോണം. ചവിട്ടിപ്പോറി നടക്കത്തെ. റോഡിന് വീതിയില്ലല്ലോ. അങ്ങനെ അഞ്ചലിലോട്ട് കയറി. എന്തോരം നടന്ന റോഡായത്. ചന്തയിലൊക്കെ വരണമെങ്കിലും വീട്ടിൽ നിന്ന് നടന്നായിരുന്നു വരുന്നത്. കോഴിയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ അമ്മയുടെ കൂടെ കോഴി വിൽക്കാൻ വരുമായിരുന്നു ചന്തയിൽ. ആ, കോഴി വിൽക്കാൻ വരുമായിരുന്നു, പറങ്ങാണ്ടി വിൽക്കാൻ വരുമായിരുന്നു, കുരുമുളക്, അടയ്ക്ക ഇതൊക്കെ വിൽക്കാൻ അഞ്ചച്ചന്തയിൽ വരുമായിരുന്നു കൊച്ചിലെ. എത്ര മണിക്കൂർ നടക്കണമെന്ന് എനിക്കൊന്ന് 1 മണിക്കൂറേലും ഉണ്ടെന്ന് വീട്ടിൽ നിന്ന് ഇവിടെ വരെ നടക്കാൻ. ദിവസം ചിന്തിച്ചു നോക്കിയേ, അതൊന്നും ഇല്ലൊന്നും. ഈസ്റ്റ് സ്കൂളിൽ അന്നൊന്നും ബസ് ഉണ്ടോന്ന് പോലും അറിയത്തില്ല. ഈസ്റ്റ് സ്കൂളിലൊക്കെ നടന്നായിരുന്നു പോകുന്നത്. ഇപ്പൊ ഒന്നും നടക്കാമെങ്കിൽ ഞാനൊരു സമ്മാനം തരും. പറ്റത്തില്ല, അതല്ലേ പറഞ്ഞേ. ഞാൻ നടക്കും. കൊച്ചിലെ 1-ാം ക്ലാസ് തൊട്ട് 4-ാം ക്ലാസ് വരെ അലേമൺ സ്കൂളിലായിരുന്നു. ആ വയലേ കൂടെ നടന്നായിരുന്നു പോകുന്ന തെക്കേ ഭാഗം. അത് കുറേ പിള്ളേരുണ്ട് ടീം. കുഞ്ഞെന്തോ തിന്നുന്നേ?
ഒരു സാധനമല്ല മുറുക്ക് മുറുക്ക് തിന്നുവാ. ആ കുഞ്ഞ് അംഗനവാടി പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. ആ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ. ആ ഇതാരാ ഇതാരാ? ജേക്കുമോൻ. ജേക്കുമോൻ ജേക്കുമോൻ എന്തോ കഴിച്ചുവാ? രണ്ടുപേരും കൂടെ കിട്ടുന്നില്ലല്ലോ. എന്തിനൊക്കെ പറ ആൻറ്റിമാരടുത്തും ചേച്ചിമാരടുത്തും ഒക്കെ. ആൻറ്റിമാർക്കും ചേച്ചിമാർക്കും സുഖമാണോ? നമ്മുടെ കോലച്ചാച്ചനും വല്യമ്മയൊക്കെ ഇത് വിജയമ്മയൊക്കെ കാണുന്നു. എല്ലാവർക്കും ഹായ് പറ. ഹായ്. കുഞ്ഞൊരു പാട്ട് പാടിക്കേ. നല്ലപോലെ പാടും, നല്ലപോലെ പാടും. കാഹലനാദം കേൾക്കാറായി പാടും. പാട്ടുണ്ട്. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാറ്റിൻ കാന്തി. അതാണ് ഞങ്ങളുടെ കുഞ്ഞു പാടിയത്. ആ വേറെ ഏത് പാട്ടാ അറിയാവുന്നേ? ഇത് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വള്ളിക്കുടിലാണ്, മുറ്റത്തെ പാഷൻ ഫ്രൂട്ടാണ്, പേരമരത്തേലാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഒരു 2-3 പേർക്ക് അതിൻ്റെ അടിയിൽ കസേരയിട്ട് സുഖമായിട്ടിരിക്കാം. എൻ്റെ ആങ്ങളെ എന്നും ഉച്ചയ്ക്ക് ഇതിൻ്റെ അടിയിലാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചിലെ പറമ്പും കുറേ പേരയുണ്ടായിരുന്നു. ആ പേരയുടെ മൂട്ടിലായിരുന്നു ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. നല്ലൊരു വള്ളിക്കുടി. വല്യമ്മയോ? വല്യമ്മയല്ലടാ, ബെഞ്ചി മമ്മി. ആ കമോൺ കമോൺ. ഇത് കണ്ടോ? ഇത് നിങ്ങൾക്കറിയോ എന്തുവാണെന്നോ? ഇതാണ് ചങ്ങലം പരണ്ട. ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ ഫേസ്ബുക്കിലൊക്കെ കൃഷി ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഒക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് എണ്ണ കാച്ചുന്നു, പിന്നെ ഇത് അരച്ച് നീരുള്ളിടത്ത് വെച്ച് കെട്ടുമ്പോൾ നീര് വറ്റും എന്നൊക്കെ കാണുമ്പോൾ കുറേ പേരത് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇത് തീയലുണ്ടാക്കാൻ നല്ലതാണെന്ന്. ഔഷധ ഗുണമുള്ളതാണ് കേട്ടോ ചങ്ങലം പരണ്ട. ഇതിങ്ങനെ ചങ്ങല പോലെ കിടക്കുമല്ലേ ഓരോ മുട്ടുമുട്ടായിട്ട്. ചങ്ങലം പരണ്ടയുടെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടപ്പോൾ 2-3 പേര് എനിക്ക് തമിഴ് ചാനലിൻ്റെ ഒരു വീഡിയോ ലിങ്ക് അയച്ചു തന്നായിരുന്നു കേട്ടോ. ഇതിനെ കൊണ്ട് ചട്നി ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് അതിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടുന്നവരൊക്കെ നട്ടു വളർത്തണം. നല്ലൊരു സംഭവമാണ്. ബിജീസ് കിച്ചൺ യൂട്യൂബ് ചാനൽ എൻ്റെ ചേച്ചിയാണേ, എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അവൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിരിക്കും. അവൾക്ക് നാട് ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ വന്ന 1 മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. എന്തെല്ലാം ജോലിയുണ്ടോ അതെല്ലാം ചെയ്യും. നാട്ടിൽ വരുമ്പോൾ ഒരു അസുഖവും ഇല്ല. ബോംബെയിലാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതങ്ങനെയാണ്. ഒരൊറ്റപ്പെട്ട ജീവിതമാണല്ലോ അവിടെ. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളുടെ അടുത്ത് പോകുമായിരുന്നു. ഇപ്പോൾ അവൾ എപ്പോഴും പറയും എനിക്കങ്ങ് നാട്ടിൽ വന്നാൽ മതി, നാട് മിസ് ചെയ്യുന്നു, അമ്മയെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ഇടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ വിളിച്ച് കരയും. അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാവും. എന്ത് ചെയ്യാനാ, നമ്മുടെ അവസ്ഥകൾ അങ്ങനെയൊക്കെയാണല്ലോ. റബ്ബറിൻ്റെ ചണ്ടി ഉണങ്ങാനിട്ടേക്കുന്നു. ഇതാണ് മെഴുകുതിരിക്കൊല. വെയിലായതുകൊണ്ട് കൊല കിട്ടുന്നുണ്ടോ, ഇല മാത്രമേ ഉള്ളൂ, ഒന്നും അറിയാൻ വയ്യ. ചായമൻസയ്ക്കകത്തൊക്കെ ഇല കുറവാണ്. ഉണ്ടായിരുന്നെങ്കിൽ ഒരു കമ്പ് കൊണ്ടുപോകണം. ഞാൻ ഓൾറെഡി ഇവിടുന്ന് കൊണ്ടുവച്ച കമ്പേ നന്നായിട്ട് കിളിർത്തിട്ടുണ്ട്. ഒരു കമ്പൂടെ കൊണ്ടുവെക്കണം. എന്തോരം കയറി ഇറങ്ങി നടന്ന നമ്മുടെ പറമ്പാണിപ്പം വിരുന്നുകാരെ പോലാണ് സ്വന്തം വീട്ടിൽ. വന്നാൽ പെട്ടെന്ന് ചടയെന്നും പറഞ്ഞങ്ങ് പോവും. 1-2 ദിവസം നിൽക്കാനോ ഒന്നും പറ്റാത്ത ഒരു സാഹചര്യം. വല്ലപ്പോഴും ഇങ്ങനെ, അത് കല്യാണം കഴിഞ്ഞ എല്ലാ സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വല്ലപ്പോഴും ഒരു വിരുന്നുകാരെ പോലെ വന്ന് നിന്നിട്ടങ്ങ് പോവും. ഇപ്പോൾ ഈ വയലിൽ കൂടെ ഒക്കെ ആരും നടക്കുന്നില്ല. പണ്ട് ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ ഈ ഇത് വയലായിരുന്നു. ഇപ്പം കണ്ടില്ലേ കര പോലായില്ലേ. അത് കവുങ്ങ്, റബ്ബർ, മാവ്, പ്ലാവ്, തേക്ക് എല്ലാം ഉണ്ട് വയലിൽ. പണ്ട് ഇവിടെ മൊത്തം നെല്ലായിരുന്നു. ഈ കാണുന്ന വയലിലെല്ലാം നെല്ലായിരുന്നു. അങ്ങേ സൈഡിൽ നിന്ന് നടന്നു വരുന്നവരെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാമായിരുന്നു. നെല്ലൊക്കെ കൊയ്യുമ്പോഴും
കാളെ പൂട്ടുമ്പോഴും എല്ലാം വെള്ളം കോരാനും തണുപ്പത്തിരിക്കാനും ഒക്കെ നമ്മുടെ വീട്ടിലായിരുന്നു വന്നിരിക്കുന്നത്. പേരയ്ക്ക കവറിട്ട് വെച്ചേക്കുന്ന അതിനെ പൊട്ടിച്ച് കിളി കൊത്തിയേക്കുന്നു. കവറ് ഇളക്കി കിളി കൊത്തിയേക്കുന്നു. നല്ല പഴുത്തതാണ് കേട്ടോ, പക്ഷേ വീഡിയോയിൽ അത്ര അറിയുന്നില്ല. നല്ല മധുരം. ചാമ്പ പൂവിട്ടു. ഇവിടെയുണ്ട് ചായമൻസ. പറ്റുമെങ്കിൽ ഇത്തിരി ഇല കൊണ്ടുപോകണം. തളിര് കുറേ ഉണ്ട് ഇവിടെ. അതിനെന്തോ അമ്മയ്ക്ക് നാണം വരുന്നു. അമ്മയുടെ വീഡിയോ എടുത്തപ്പോൾ അമ്മ ചോറ് കഴിക്കുക, മീൻ മുള്ളാ നിന്ന് പാത്രത്തിൽ. അമ്മയ്ക്ക് അമ്മയുടെ മോളെ പറ്റി എന്തോ അമ്മയെ പറയാനുള്ളേ? ഈ മോളെ പറ്റി എന്തോ പറയാനുള്ളേ? ഭയങ്കര ദേഷ്യക്കാരി ആയിരുന്നു. ഇപ്പൊ എന്തോ ആ ദേഷ്യം ഇപ്പൊ ലവന് കിട്ടിയേക്കുന്നത്, ജോഷിന് കെട്ടിയ. അപ്പൊ അതേ പറയാനുള്ളൂ, ദേഷ്യക്കാരിയായിരുന്നു. ഇപ്പൊ നല്ല പാട്ടുകാരിയായിരുന്നു, ഇപ്പൊ പാടുന്നില്ല. ആക്റ്റീവായിരുന്നു, ചർച്ചിലായിരുന്നേലും കൊയറിലായിരുന്നേലും ഇപ്പൊ അതില്ല. ജോഷ് അവന്റെ കൂട്ടം ജയിക്കുമോന്റെ കൂട്ടം നാണോ? അയ്യോ അയ്യോ, എന്തോ പറയാന്, ഇങ്ങനൊക്കെ കഴിയുന്നു. കോഴിപ്പിള്ളേരൊക്കെ കൂട്ടിൻ്റെ അടിയിൽ വിശ്രമിക്കുന്നു. എനിക്ക് നിങ്ങളുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ കുടിലാണ് ഇഷ്ടപ്പെട്ടത്. വേണ്ട, കഴിച്ചു വെച്ചേക്കണം. കോഴിക്കേറ്റി കൊടുക്കാൻ, കൂട്ടി കയറ്റാൻ. കോഴികളുടെ ആഹാരം കഴിച്ചു വെച്ചേക്കോ കൊടുക്കാൻ. കേറിയായിരുന്ന ഭാഗ്യം. വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു വെഞ്ചി അമ്മയ്ക്ക് മുട്ട ഇഷ്ടംപോലെ തന്നു വിടാമെന്ന്. എത്ര മുട്ട തന്നു വിടും? ഒരെണ്ണോ? ഒരു മുട്ട എനിക്ക് എന്തോ ചെയ്യാനാ? ദിവസങ്ങളുണ്ട്, ഞാനുണ്ട്. ദിവസങ്ങളുണ്ട്, ഞാനുണ്ട്. ഞങ്ങൾക്കൊരു 2-3 ദിവസത്തേക്ക് മുട്ട വേണ്ടേ? അപ്പൊ എത്ര എണ്ണം തരും? എത്ര മുട്ട തരും? അതെന്തുവാക്കല്? ഇതെന്തുവാ? കപ്പണ്ടി മിട്ടണ്ടിയോ? കപ്പലണ്ടി മിഠായി, കാക്കബി മിഠായി. ഇഷ്ടം പോലെ മുട്ട തന്നിടാൻ നമ്മായിട്ട് ഇപ്പൊ ഒരു മുട്ട തരാന്നു. വേദനയ്ക്ക് അത് ചെറിയ ചെറിയ വേദനയ്ക്കൊക്കെ അത് കിട്ടും. പോകുമ്പോഴെല്ലാം അമ്മയ്ക്ക് എലമെൻസിന്റെ ചാമ്പിയും തൈലും നോവേദന ജെല്ലും ഒക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പൊ അമ്മ ചോദിക്കുമായിരുന്നു, തലവേദന ചെറിയ വേദനയ്ക്കൊക്കെ ആ ഓയിൻമെന്റ് തേക്കാമോന്നേ. എന്തോ പറയാനാ, ഇതിന്റെ ആടി ഈ ജോഷിനും ചുമയാ. ഞാൻ പോകുന്ന കാര്യം ബിജീസ് കിച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. എല്ലാ പ്രാവശ്യം പോകുന്നതിന് മുമ്പ് പറയുന്നത്, ഈ പ്രാവശ്യം പറയാതെ അവരെ മറ്റൊന്നുമില്ല. അവർക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പൊ അമ്മ പറഞ്ഞായിരുന്നു ഞാൻ ഇതുപോലെ ചെല്ലുന്നതേ, അതിന് വന്നോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വിളിച്ച് അമ്മയുടെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയാണ്. നാടിനോട് അവൾക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതെല്ലാവർക്കും അങ്ങനെയാണ്. ഞാൻ ബോംബെയിലുള്ളപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 4 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 5 മണി കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തി. രാത്രിയിലത്തെ പണിയായിരുന്നു. നാരങ്ങ, ഡേറ്റ്സ് പ്ലസ് കാഷ്യൂ അച്ചാറടക്കം. അപ്പോൾ നമ്മുടെ ലെമൺ ഡേറ്റ്സിൻ്റെ നല്ലൊരു റിവ്യൂ വന്നായിരുന്നു. ബാംഗ്ലൂർക്ക് അയച്ചു കൊടുത്തിട്ട് അവിടെ വീട്ടിൽ പ്രയർ വെച്ചപ്പോൾ ബിരിയാണിയുടെ കൂടെ ഇതായിരുന്നു സെർവ് ചെയ്ത്. ഒട്ടും കിട്ടിയില്ല, വെറുതെ ആളുകൾ കോരി തിന്നുമായിരുന്നു. റെസിപ്പി എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. ഒത്തിരി താങ്ക്സ് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം. ഇങ്ങനെയൊക്കെയുള്ള റിവ്യൂ ആണല്ലോ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എത്രത്തോളം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലെസ് യു.